ഇന്നത്തെ എൻ്റെ യാത്ര മൂന്നാറിലേക്കാണ്. അതും നമ്മുടെ KSRTC ബസ്സിലെ പശ്ചിമഘട്ട മലനിരകളിൽ പച്ച പരവതാനി പോലെ പടർന്നു കിടക്കുന്ന നമ്മുടെ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലെ വർഷത്തിൽ വെറും 60 ദിവസം മാത്രം പൂവിടുന്ന ജക്രാന്ത മരങ്ങൾ, നമ്മുടെ നീലവാഗ കാണാനായിട്ടാണ് ഇന്ന് ഞാൻ മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോഴെങ്ങനെ പോയി വന്നാലോ? എൻ്റെ യാത്ര തുടങ്ങുന്നത് പതിവ് പോലെ തന്നെ നമ്മുടെ സ്വന്തം തിരുവല്ല എന്നാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല KSRTC ബസ് ടെർമിനലിൻ്റെ മുമ്പിലായിട്ടാണ്. ഈ കാണുന്നതാണ് തിരുവല്ല KSRTC ബസ് ടെർമിനൽ. മൂന്നാറിലേക്കുള്ള ഇന്നത്തെ എൻ്റെ യാത്ര ഈ വരുന്ന സൂപ്പർ ഡീലക്സ് ബസ്സിലാണ്. 12:48 നമ്മുടെ ബസ് തിരുവല്ലയിൽ എത്തിച്ചേർന്നു. 12:30 വരേണ്ട ബസ്സായിരുന്നു കേട്ടോ. എന്നിരുന്നാലും 15 മിനിറ്റ് മാത്രമേ ലേറ്റ് ആയുള്ളൂ. ഓൺ ടൈം എന്ന് തന്നെ ഇതിനെ പറയാം. തിരുവനന്തപുരം ഡിപ്പോയുടെ RPC 903 KL 15A1893 അശോക് ലൈലാൻഡിന്റെ സൂപ്പർ ഡീലക്സ് എയർ ബസ്. തിരുവനന്തപുരത്ത് നിന്ന് 10 മണിക്ക് എടുക്കുന്ന നമ്മുടെ ബസ് വെഞ്ഞാറമൂട്, കിളിമാനൂർ, ചടയമംഗലം, കൊട്ടാരക്കര എത്തുമ്പോഴത്തേനും 11:25 അടുക്കും. അവിടെ നിന്ന് അടൂര്, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല എത്തുമ്പോഴത്തേനും ഏകദേശം 12:30 അടുക്കും. ഇന്ന് ഏകദേശം 12:48 ആയേ. ഇവിടെ നിന്ന് ചങ്ങനാശ്ശേരി, കോട്ടയം, കുറവിലങ്ങാട്, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, കോതമംഗലം, നേരിമംഗലം, അടിമാലി, കല്ലാർ, മൂന്നാർ എത്തുമ്പോഴത്തേക്കും സമയം 4:30 അടുക്കും. ഏകദേശം 4.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ അധികം സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ അങ്ങ് എത്തും. സൂപ്പർ ഡീലക്സ് ബസ് അല്ലേ ഇത്. തിരുവല്ലയിൽ നിന്ന് മൂന്നാറാക്കി 281 രൂപയോളം ആയിട്ടുണ്ട്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ KSRTC swift.com വഴിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബസ് കൂടിയാണ് കേട്ടോ നമ്മൾ സഞ്ചരിക്കുന്ന ഈ ബസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഡിപ്പോയിലാണ് കേട്ടോ. നമ്മൾ സഞ്ചരിക്കുന്ന സൂപ്പർ KSRTC സൂപ്പർ ഡീലക്സ് എയർ ബസ് ആണ് ഈ കാണുന്നത്. അശോക് ലൈലാൻഡിന്റെ ബസ്സാണ് കേട്ടോ. ഈ ബസ് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. പുഷ് ബാക്ക് സീറ്റും തലയൊക്കെ വെക്കാനായിട്ടുള്ള ഹെഡ് റെസ്റ്റും അതുപോലെ തന്നെ പിടിക്കാനുള്ള ഗ്രിപ്പും അതുപോലെ നമുക്ക് മാഗസിൻ ഹോൾഡറും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും എല്ലാം തന്നെ നമ്മുടെ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കാല് സൗകര്യമായിട്ട് വെക്കാനുള്ള ഫുഡ് റെസ്റ്റ് വരെ ഈ ബസ്സിലുണ്ട്. ഇത് കൂടാതെ തന്നെ നല്ല നീല ബ്ലൂ ആംബിയൻസ് ലൈറ്റും. ഇനി എന്ത് വേണം അല്ലേ? സൂപ്പർ ഡീലക്സ് ബസ് ആയതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് നമ്മുടെ ബസ് ഓരോ ഡെസ്റ്റിനേഷനും കവർ ചെയ്ത് മൂന്നാറിലേക്ക് കുതിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ യാത്രയിലുടനീളം കാണാനായിട്ട് സാധിക്കും. അപ്പോഴേ ബാക്കിയുള്ള കാഴ്ചകൾ ഇനി മൂന്നാറിലെത്തിയിട്ട് കാണാം. വെളുപ്പിനെ 4:12 നമ്മുടെ ബസ് അടിമാലിയിൽ വന്നിരിക്കാനാണോ. ഇവിടെ ധാരാളം ആളുകളാണ് ഇവിടെ ഇറങ്ങാനായിട്ട് നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ളത്. അടിമാലി യാത്രക്കാരെയൊക്കെ ഇറക്കിയിട്ട് നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. ഈ വഴിക്ക് റോഡ് പണി നടക്കുകയാണ്. അതുകൊണ്ട് മിറ്റിൽ കൂമ്പാരങ്ങളും മൺകൂമ്പാരങ്ങളും ഒക്കെ തന്നെ റോഡിന്റെ ഇരു സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നല്ല വീതിയിൽ തന്നെയാണ് ഈ റോഡ് നിർമ്മിക്കുന്നതും. അപ്പോഴിനി മൂന്നാറിലെത്തിയിട്ട് കാണാം. അപ്പോഴും നമ്മൾ മൂന്നാർ വന്നിരിക്കുകയാണ് കേട്ടോ. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ബസ് മൂന്നാർ ടൗണിൽ പോയതിന് ശേഷം മാത്രമേ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവഴി പോകുമ്പോൾ വേണമെങ്കിൽ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇറങ്ങാം. ഞാൻ ടൗണിൽ പോയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ടൗണിൽ പോയൊരു ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്കിനും 5:30 അടുത്തിരിക്കുകയാണ്. നമ്മുടെ ബസ് മൂന്നാർ എത്തിയപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. കണ്ടോ നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള തണുപ്പാണ് മൂന്നാർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയൊന്ന് ഫ്രഷപ്പ് ആകണം. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഫ്രഷപ്പ് ആകാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6 മണിയോട് അടുത്ത്, രാവിലെ 6 മണി കേട്ടോ. നമ്മുടെ മൂന്നാറിലെ കാലാവസ്ഥ ഞാൻ കാണിക്കാം. നോക്കിക്കേ, മഞ്ഞ് മൂടിയ പ്രഭാതമാണ് നമ്മളെ മൂന്നാർ വരവേൽക്കുന്നത്. നമ്മൾ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഡബിൾ ഡെക്കർ ബസ് 2 എണ്ണവും ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ KSRTC ബസ് സ്റ്റാൻഡിന് ചുറ്റും നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. എങ്ങും മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രഭാതം തന്നെ. KSRTC ബസ്സും മഞ്ഞും ഒക്കെ തന്നെ ഉണ്ടോ, എത്ര ഭംഗിയാണെന്നറിയാം. ഇത് നേരിട്ട് കാണണം, എന്നിരുന്നാലേ ഇത് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളേ. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പും നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. മൂന്നാറിൽ അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പം നമുക്ക് കാണാനായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. കാണാൻ പറ്റത്തില്ലല്ലോ ക്ലൈമറ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മൂന്നാറിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സിൻ്റെ ഒക്കെ ടൈമിങ് ഇവിടെ ഓഫീസിന് മുമ്പിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തമാണ് നമ്മൾ പോകുന്നത് മറയൂര്, കാന്തല്ലൂർ, ഉടുമ്പൽപേട്ട വഴിയാണ്. അപ്പോൾ 4 മണിക്ക്, 5:30, 6:40, 7:15, 8:45, 10 മണിക്ക്, 10:30, 11:30 ബസ് ഉള്ളത്. നമ്മൾ പോകുന്നത് 7:15 മൂന്നാർ ഡിപ്പോയിൽ നിന്ന് എടുക്കുന്ന KSRTC ബസ്സിലാണ് നമ്മളിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ആലുവ, എറണാകുളം, കൊച്ചി, ആലപ്പുഴയ്ക്കൊക്കെ പോകുന്ന സർവീസുകളും, കോട്ടയം, കൊട്ടാരക്കര പോകുന്നതും, തൃശ്ശൂർ, കോഴിക്കോട് പോകുന്നതും, തൊടുപുഴ പാല പോകുന്നതും, കട്ടപ്പനയൊക്കെ പോകുന്നത്. തൊടുപുഴ പാലയ്ക്കൊക്കെ ബസ്സുണ്ട് കേട്ടോ. കട്ടപ്പനയ്ക്ക് പോകാനുള്ള സൂര്യനെല്ലിക്ക് പോകാനുള്ള നമ്മൾ ഇതുവരെ സൂര്യനെല്ലിക്ക് പോയില്ലല്ലേ. മൂന്നാർ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും സൂര്യനെല്ലിക്ക് പോയില്ല. സൂര്യനെല്ലിക്ക് പോകുന്ന ബസ് ടൈമിങ്ങുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂപ്പാറ,
തേനി വഴി പോകുന്ന ബസ്സുകളുടെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിലൂർ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മൂന്നാറിൽ നിന്ന് അല്ലേ. അപ്പോൾ കോവിലൂർ പോകുന്ന ബസ്സിൻ്റെ സർവീസ്, അത് കോവിലൂർ എന്ന് പറഞ്ഞാൽ വട്ടവടയാണ് കേട്ടോ. വട്ടവട പോകുന്ന ബസ്സിൻ്റെ സർവീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൂര്യനെല്ലി നമ്മൾ പോയിട്ടില്ല, സൂര്യനെല്ലി പൂപ്പാറ നമ്മൾ പോകും. ഉടനടി അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് മറയൂർ ഭാഗത്തേക്കാണ് കേട്ടോ. കേരളത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് മൂന്നാറിൽ നിന്ന് ബസ്സുണ്ടല്ലേ. നമ്മുടെ മൂന്നാർ KSRTC സ്റ്റാൻഡിൽ വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2 ഡബിൾ ഡെക്കർ ബസ്സുണ്ട് കേട്ടോ. ഈ നീല വണ്ടിയിൽ റോയൽ ബ്ലൂ കളർ ബസ്സിൽ നമ്മൾ യാത്രയാണ്, മറ്റേതിൽ യാത്ര ചെയ്തിട്ടില്ല. ഇതിൽ നമ്മൾ യാത്ര ചെയ്താണ്, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പുതിയ ബസ്സാണ് കേട്ടോ. ഇത് രണ്ടും പഴയ ബസ് തന്നെയാണ്, പുതുക്കി പണിഞ്ഞ് ഡബിൾ ഡെക്കർ. നമുക്ക് ഇവിടെ വന്ന് കിടക്കുന്നതിന് ആവശ്യമായ സീറ്റർ ബസ്സുകളൊക്കെ തന്നെയുണ്ട്. അത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ സ്റ്റേ അടിക്കാനായിട്ടുള്ള കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ സ്റ്റേ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഡോർമെറ്ററിയും റൂംസും ഒക്കെ ബസ്സിൽ നമുക്ക് കിട്ടും. അതുകൂടാതെ ഇവിടെ വന്ന ഒരു പുതിയൊരു മാറ്റമാണ് ഈ കാണുന്ന ബാഗേജ് ലോക്കറെ. ഈ സംഭവം കിടുവാണ് കേട്ടോ, പരിചയപ്പെടുത്തി തരാം. നമുക്ക് നമ്മുടെ ബാഗും അതുപോലെ തന്നെ ഹെൽമെറ്റും ഒക്കെ തന്നെ ഇവിടെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഓൺലൈൻ വഴിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്, ഓപ്പൺ ആക്കുന്നത്. ഈ കാണുന്ന ബാർകോഡ് നമ്മൾ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ ലെൻസ് എടുക്കുക, നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പം വരുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുക. വെബ്സൈറ്റിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലൊക്കേഷനൊക്കെ ഓണാക്കാനൊക്കെ വരും. നമ്മളത് ഓണാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെക്കാനാണോ എടുക്കാനാണോ കീപ്പ് സ്റ്റോറേജ്, അത് പിക്കപ്പ് ആണോ എന്ന് കാണിക്കും. നമ്മൾ കീപ്പ് സ്റ്റോറേജ് കൊടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും കേട്ടോ. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പേരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. OTPയുടെ ഓപ്ഷൻ വന്നു. അപ്പം നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ഈ OTP അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് OTP അടിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ അടുത്ത ഇത് ഓപ്പൺ ആകും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കാണിക്കും, നമ്മുടെ യൂസർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മൾ എന്താണോ ഇവിടെ സൂക്ഷിക്കാൻ പോകുന്നത് അത് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കാം കേട്ടോ. നമ്മളുടെ ഈ കാണുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സ്റ്റോറേജ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ഏതാണോ സ്റ്റോറേജ് സ്പേസ് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ സൂക്ഷിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ കാണിച്ചിരിക്കും, അത് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. ഇത്രയും സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ഇവിടെയുണ്ട്. എന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ നമുക്ക് മണിക്കൂറിനാണ് റേറ്റ് ആകുന്നത് കേട്ടോ. ഒരു മണിക്കൂറിന് 10 രൂപ പ്ലസ് GST ആണ് കേട്ടോ. അതുപോലെ തന്നെ 3 മണിക്കൂറിന് 30 രൂപ. ഇവിടെ ലോക്കറിൽ തന്നെ ഉണ്ടല്ലോ GST റേറ്റ് അടങ്ങുന്ന റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമുക്കുണ്ടല്ലോ നമുക്ക് വേണ്ട സ്റ്റോറേജ് എത്ര മണിക്കൂറത്തേക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം, പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓവർ ടൈം ആണെങ്കിൽ അതിനുള്ള ചാർജസും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. UPI ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് നമ്മുടെ ബാഗേജ് ഒക്കെ തന്നെ ഹെൽമെറ്റൊക്കെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ നല്ലത് ക്ലോക്ക് റൂം സംവിധാനം തന്നെ അല്ലായിരുന്നോ നിങ്ങൾ പറ. അപ്പോഴേ ഇനി നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. മൂന്നാറിലെ കാലാവസ്ഥ ഉണ്ടോ, മുമ്പലത്തെക്കാട്ടിലും കോട ഇറങ്ങിയല്ലേ. നോക്കിക്കേ എന്ത് മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ. ഇനി വെക്കേഷനൊക്കെയാണ്, കൂടുതൽ സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോഴും ഓഫ് സീസണാണ് കേട്ടോ മൂന്നാറിലെ. നോക്കിക്കേ എത്ര അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കിയാൽ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കിടക്കുന്നുണ്ട്, രണ്ടും കിടപ്പുണ്ട്. നോക്കിക്കേ ഈ വൈഡായിട്ടുള്ള ആ വ്യൂ ഒന്ന് കണ്ടു നോക്കിക്കേ. സൂര്യൻ ഉദിച്ചു വരുന്ന ആ കാഴ്ചയല്ലേ, എത്ര മനോഹരമായ ദൃശ്യം. ഏതായാലും നമുക്കൊരു ചായ അടിച്ചിട്ട് വരാം. ഇനി എൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ചായക്കട കയറി ഒരു ചായ രാവിലെ തന്നെ അടിച്ച് ഒരു ചായ ഒരു വടയും കൂടെ ആകുമ്പോഴത്തേന് സെറ്റാണ് കേട്ടോ. ചായക്ക് 15 രൂപ, വടയ്ക്ക് 12 രൂപ കേട്ടോ. അപ്പോഴിനി സ്റ്റാൻഡിലേക്ക് പോകാം. നമ്മൾ സ്റ്റാൻഡിലേക്ക് വന്നുണ്ടല്ലോ 6:27 കാന്തല്ലൂർക്ക് പോകാനുള്ള ബസ്സാണ് വന്ന് കിടക്കുന്നത്. എറണാകുളത്ത് നിന്ന് ഓടി വന്ന ബസ്സാണ് കേട്ടോ. RPC 302 എറണാകുളം ഡിപ്പോയുടെ ബസ്സാണ് കേട്ടോ. മൂന്നാർ കാന്തല്ലൂർ ബോർഡാണ് വെച്ചിരിക്കുന്നത്. സമയം 6:30 അടുത്തുണ്ടല്ലോ നമ്മുടെ കോവിലൂർക്ക് വട്ടവടയ്ക്ക് പോകാനുള്ള ബസ് സ്റ്റാൻഡിൽ വന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അന്ന് പോകാനായിട്ട് വന്നാണ് ഈ ബസ്സാണ് പണി തന്നത്. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയില്ലായിരിക്കും, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. വട്ടവടയിൽ ഇപ്പം നല്ല ക്ലൈമറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം 7:15 വരേണ്ട നമ്മുടെ ബസ്സാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് വേണാട് ബസ് കേട്ടോ. എപ്പോഴും ഞാൻ മൂന്നാർ വന്ന എനിക്ക് പോകേണ്ട ബസ് എപ്പോഴും തന്നെ ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടി കാണും, ഉറപ്പാണ് ആ കാര്യത്തിൽ. മൂന്നാറിൽ നിന്ന് ഉടുമ്പൽപേട്ട വഴി മറയൂർക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ പോകുന്ന ഈ ബസ് കേട്ടോ. അപ്പോഴേ സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ബസ് എടുത്തിരിക്കുകയാണ്. മൂന്നാർ ഡിപ്പോയുടെ RPM 767 KL 15A 1510 വേണാട് ബസ്സിലാണ് ഇന്ന് നമ്മൾ മൂന്നാറിലെ നീലവസന്തം കാണാൻ
കാണാനായിട്ട് പോകുന്നത്. ഞാൻ മൂന്നാർ വന്നതേ വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന 60 ദിവസം മാത്രം നിൽക്കുന്ന ഈ നീലവസന്തം കാണാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ബസ് മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇത് നേരെ പോയി കഴിഞ്ഞാൽ ടൗൺ സ്റ്റാൻഡാണ്. അവിടെ പോകാതെ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെയായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നമ്മുടെ ബസ് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നിർത്തിയിടും. അതിനുശേഷം 8 മണിയോട് അടുത്തിട്ടാണ് നമ്മുടെ ബസ് ഇവിടുന്ന് സർവീസ് നടത്തുന്നത്. ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ പോകുന്ന ബസ്സാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 15 മിനിറ്റോളം നിർത്തിയിടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരാനുള്ള സമയവും സന്ദർഭവും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 7:45 സമയമായിട്ടുണ്ട്. 8 മണിക്കാണ് നമ്മുടെ ബസ് ഈ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത്. അങ്ങനെ 8 മണിയോടടുത്ത് നമ്മുടെ ബസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ടിക്കറ്റ് എടുക്കണം. നമ്മൾ ലക്കം വാട്ടർഫോൾസിന്റെ അവിടത്തേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഏകദേശം 45 രൂപയാണ് നമുക്ക് ടിക്കറ്റ് അയക്കുന്നത്. ലക്കം വാട്ടർഫോൾസ് പറഞ്ഞാൽ എനിക്ക് ചട്ടമൂന്നാറ അങ്ങനെയാണ് ടിക്കറ്റ് അടിച്ചേക്കുന്നത്. അവിടേക്ക് ഏകദേശം 45 രൂപയോളം ആയിട്ടുണ്ട്. ഇപ്പം ലക്കം വാട്ടർഫോൾസിന്റെ അവിടെ സ്റ്റോപ്പില്ലേ. എന്തായാലും ഇവിടെ നിന്ന് ഏകദേശം 24-25 കിലോമീറ്ററോളം ഉണ്ട് ലക്കം വാട്ടർഫോൾസിലേക്ക് എത്താനായിട്ട്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. നമ്മുടെ യാത്രയിലുടനീളം ഇനി കാഴ്ചകൾ വേറെ ലെവലായിട്ട് മാറുകയാണ്. മൂന്നാർ നഗരത്തിന്റെ കാഴ്ചകൾ വിട്ടിട്ട് ഇനി ഗ്രാമീണ കാഴ്ചകൾ ഏറെയും കണ്ട് ആസ്വദിച്ച് നമുക്ക് ഈ യാത്രയിലുടനീളം യാത്ര ചെയ്യാവുന്നതാണ്. നമ്മുടെ ബസ് ഡെയിലി സർവീസ് നടത്തുന്ന ബസ് ആയതിനാൽ ധാരാളം യാത്രക്കാരാണ് ഇവിടുന്ന് മൂന്നാറിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മറയൂർ ഭാഗത്തേക്കൊക്കെ തന്നെ യാത്ര ചെയ്യാനായിട്ട് ഇതിലുള്ളത്. കൈയൊക്കെ തണുത്ത് മരവിച്ചു. അത്രയ്ക്ക് തണുപ്പുണ്ട് മൂന്നാറിലേത്. ഇപ്പോഴും നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബസ് നമ്മുടെ നിർത്തി കേട്ടോ. ഇവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വരും. നമുക്ക് മൂന്നാർ വരികയാണെങ്കിൽ ബസ്സിൽ ചുറ്റി നടന്ന് കാണാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ പുറകിലായിട്ട് നമ്മൾ ഈ കാണുന്നതാണ് ഇരവികുളം നാഷണൽ പാർക്ക് കേട്ടോ. ഇപ്പോൾ ഇത് ഓപ്പൺ ആണ്. ഏപ്രിൽ 1 മുതൽ ഇരവികുളം നാഷണൽ പാർക്ക് ഓപ്പൺ ആണ് കേട്ടോ. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ, നീലഗിരി താറ് ഇവിടെ ഏറ്റവും കൂടുതലുണ്ട്. അപ്പോൾ അതിന്റെ പ്രജനന കാലത്ത് ഇത് അടച്ചിടും. ഇരവികുളം നാഷണൽ പാർക്ക് അടച്ചിടും. ഏകദേശം 2 മാസത്തോളമായിട്ട് അടച്ചിട്ടിരിക്കുന്നത്. ഇപ്പോഴും തുറന്നിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ട് കേട്ടോ. മൂന്നാറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏത് സീസണിൽ വന്നാലും വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും മൂന്നാർ നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. പച്ച പുതച്ചിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകളും അതിന്റെ താഴ്വാരത്ത് പച്ച പുതച്ചിരിക്കുന്ന തേയിലത്തോട്ടങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും മലകളും വൻമലകളും ഒക്കെ തന്നെ ഈ യാത്രയിലുടനീളം നമുക്ക് കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു യാത്ര കൂടിയാണ് ഇത്. ആനമുടി പീക്കും ഒക്കെ തന്നെ ഈ യാത്രയിൽ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇരവികുളം നാഷണൽ പാർക്കും ലക്കം വാട്ടർഫോൾസും മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റും ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും മറയൂർ ശർക്കരയുടെ ഉൽപാദനവും കാന്തല്ലൂരിലെ സ്ട്രോബെറി തോട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും ഒക്കെ തന്നെ ഈ റൂട്ടിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ്. എന്നാൽ ഇവിടെ ഒന്നും തന്നെ നമ്മൾ പോകുന്നില്ല കേട്ടോ. നമ്മൾ ലക്കം വാട്ടർഫോൾസിന്റെ അവിടുത്തെ സ്റ്റോപ്പിലേക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അവിടെ നമ്മൾ ഇറങ്ങും. നമ്മുടെ ബസ് ലക്കം എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് തന്നെയാണ് ഇത് കേട്ടോ. വാട്ടർഫോൾസ് അപ്പുറത്താണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുണ്ടല്ലോ ലക്കം വാട്ടർഫോൾസ് വരെയാണ് നമ്മുടെ ജക്രാന്ത മരങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് ഏറെയും കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കുന്നത്. അതും റൈറ്റ് സൈഡിൽ ഇരുന്നെങ്കിൽ മാത്രമേ കാഴ്ച നല്ല രീതിയിൽ തന്നെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അത്രയ്ക്ക് അതിമനോഹരമായ റോഡിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോകുന്നത്. ചെറിയൊരു പാലമൊക്കെ കണ്ടോ. എത്ര മനോഹരമായ സ്ഥലമാണ് അല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാഴ്ചകൾ ഇനി മാറുകയാണ് കേട്ടോ. നമ്മൾ കാണാൻ വന്ന ജക്രാന്ത മരങ്ങൾ പൂത്ത് നിൽക്കുന്ന കാഴ്ച. തേയിലത്തോട്ടത്തിന് നടുവിലാണ് ഇത് പൂത്തിക്കേണ്ടത്. വഴിയോരത്ത് ഒത്തിരി തണലേകി നല്ല നീല നിറത്തിൽ പൂത്തിരിക്കുന്ന കാഴ്ചയുണ്ടല്ലോ. അതിമനോഹരമായ കാഴ്ച എന്നല്ലാതെ ഒന്നും പറയാനില്ല. ബസ്സിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ഇതിന്റെ സൗന്ദര്യം ഏറെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ. റോഡിന് തണലേകി ജക്രാന്ത മരങ്ങൾ പൂത്ത് നിൽക്കുന്ന ആ കാഴ്ച അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയിൽ ഒന്നാണ്. മൂന്നാർ മറയൂർ റൂട്ടിലെ ജക്രാന്ത വ്യൂ പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ തന്നെ ഈ ലൊക്കേഷന് ഇന്ന് അവൈലബിൾ ആണ്. അതുമല്ല ഈ റൂട്ടിൽ വരുമ്പോഴുണ്ടല്ലോ ഇത് പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ലൊക്കേഷൻ മനസ്സിലാവുന്നതുമാണ്. എന്നിരുന്നാലും വർഷത്തിൽ 2 മാസം മാത്രമേ ഈ കാണത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ലക്കം വാട്ടർഫോൾസിന്റെ അവിടെ ബസ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇതുവഴിയാണ് നമുക്കിനി നടന്നു പോകേണ്ടത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലക്കം വാട്ടർഫോൾസിന്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ലക്കം വാട്ടർഫോൾസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറുന്നില്ല കേട്ടോ. സമയം 9 മണിയോടെ അടുത്ത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ലൈറ്റ് ആയിട്ട് 3 ദോശ. ഇത് നൂൽ ദോശയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒരു ചായയും കൂടെ 75 രൂപയായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. എന്നാലും ഒരു ദോശയ്ക്ക്, ഒരു നൂൽ ദോശ പോലത്തെ ദോശയ്ക്ക് 20 രൂപ. ടൗണിൽ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഏകദേശം 9:15 അടുത്ത് ഞാൻ വീണ്ടും ലക്കം വാട്ടർഫോൾസിന്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ജക്രാന്ത മരങ്ങൾ നീലവാഗ കാണാനായിട്ടാണ് ഇവിടുന്ന് നമ്മൾ പോകുന്നത്. ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ടാണ്. നമ്മൾ വന്ന വഴി ഇനി തിരിച്ച് നടക്കുകയാണ്. അതാണ് രസമല്ലേ. നമുക്ക് കാണാനായിട്ട് സാധിക്കും നീലവാഗ അവിടെ പൂത്തിരിക്കുന്ന കാഴ്ച. ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോഴേ എന്തോ ഒരു ഭംഗി, ഒരു ഫീലിങ്സ്, നല്ല തണുപ്പൊക്കെ ആകുമ്പോഴേ
നല്ലൊരു ക്ലൈമറ്റൊക്കെ ആകുമ്പോഴേ അങ്ങനെ നടന്നു പോകുമ്പോഴേ അതൊരു വേറൊരു രസം തന്നെയാണ് അല്ലേ. ചുമ്മാ വാച അടിച്ച് കളയാതെ ജക്രാന്ത മരത്തിൻ്റെ നീലഭാഗ പൂത്തേക്കുന്ന അവിടെ നമ്മൾ വന്നിരിക്കണം കേട്ടോ. റോഡിന് തണലേക്ക് നിൽക്കുന്ന ആ കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. എത്ര മനോഹരമായ കാഴ്ച അല്ലേ, ഒന്നും പറയാനില്ല കേട്ടോ. അവിടെ എല്ലാം തന്നെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. താഴെയെല്ലാം വീണ് കിടപ്പുണ്ട് കേട്ടോ. പൂവൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ഏകദേശം ഒരു 60 ദിവസം മാത്രമേ ഈ പൂവൊക്കെ നിൽക്കത്തുള്ളൂ. അപ്പം പൂവൊക്കെ പൊഴിഞ്ഞു തുടങ്ങിയേക്കുന്നത് നമുക്കിപ്പം കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കിക്കേ, പച്ച പുതച്ച് നിൽക്കുന്ന നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ് ഈ ജക്രാന്ത മരങ്ങൾ പൂത്ത് നിൽക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. അല്ലാതെ ഇനി എന്ത്, നമുക്ക് ഇവിടെ നിന്ന് ഇനി താഴോട്ട് ഇറങ്ങാം. നമ്മൾ ഓൾറെഡി വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. പെർമിഷൻ എടുക്കാതെ ഈ പ്രോപ്പർട്ടിയിലൊന്നും കയറരുതെന്ന്. രാവിലെ നമ്മൾ വന്നത് കൊണ്ടും ആരും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങിയാണ് കേട്ടോ. താഴോട്ട് ഇറങ്ങുമ്പം കാണുന്ന ദൃശ്യം തേണ്ട ഇതാണ് കേട്ടോ. നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്, താഴ്വാരത്താണ് നിൽക്കുന്നത് കേട്ടോ. എത്ര അതിമനോഹരമായ പൂക്കളിട്ട് ജക്രാന്ത മരങ്ങൾ നിൽക്കുന്നതെന്ന് നോക്കിക്കേ. ഇതൊരു വഴിയുണ്ട് കേട്ടോ. ഈ വഴി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു ജക്രാന്ത മരത്തിൻ്റെ ചോട്ടിൽ ചെല്ലും. നീലഭാഗ പൂത്ത് നിൽക്കുന്നത് അതിമനോഹരമായ രീതിയിൽ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പെർമിഷനൊന്നും ഇല്ലാതെ ആരും തന്നെ ഇങ്ങോട്ട് വരരുത് കേട്ടോ. രാവിലെ വന്നതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. അത്രയ്ക്ക് അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. നോക്കിക്കേ, എത്ര അതിമനോഹരമായ സ്ഥലത്താണ് ഞാനിപ്പോഴും നിൽക്കുന്നത് നോക്കിക്കേ. ഞാനൊരു താഴ്വാരത്താണ് നിൽക്കുന്നത് അല്ലേ. മുകളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോഴും പൂവ് തീരെ കുറവാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 1.5 മാസത്തോളം അടുത്തു ഈ പൂവ് ഇവിടെ പൂത്തിട്ടെ. അതുകൊണ്ട് തന്നെ പൂവിൻ്റെ ഭംഗിയൊക്കെ ഏറെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. താഴെ എല്ലാം കൊഴിഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എത്ര അതിമനോഹരമാണ് ഇത് കൊഴിഞ്ഞ് കിടക്കുന്ന കാണാൻ പോലും എന്നറിയാം. വർഷത്തിൽ വെറും 60 ദിവസം, ഏകദേശം ഫെബ്രുവരി ലാസ്റ്റോടെ മാർച്ച് ആദ്യ വാരത്തോടു കൂടി തുടങ്ങും ഈ പൂവ് പൂക്കാനായിട്ട്. നല്ല രീതിയിൽ പൂത്തിട്ട് ഏകദേശം ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേന് ഇത് കൊഴിഞ്ഞു തുടങ്ങും. ഏകദേശം ഒരു 60 ദിവസത്തിന് ഉള്ളിൽ തന്നെ ഇത് പൂത്ത് നല്ലതായിട്ട് പൂവിട്ട് കൊഴിഞ്ഞു തുടങ്ങും. ഇപ്പം നിലവിൽ പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു വീണുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ കളറൊക്കെ തന്നെ മങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊഴിഞ്ഞു വീഴുന്നത് നമുക്ക് ഇപ്പം തന്നെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. ഇലയില്ലാതെ പൂക്കൾ മാത്രം കാണാനായിട്ട് സാധിക്കും. ഈ പൂ നമുക്ക് ഇത്രയ്ക്ക് അടുത്ത് കാണാനായിട്ട് സാധിക്കും. എത്ര ഭംഗിയാണെന്ന് നോക്കിക്കുക. ഇപ്പം തന്നെ ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇലയൊക്കെ പൂവൊക്കെ പൊഴിഞ്ഞു തുടങ്ങി ഇലയൊക്കെ വരുന്ന സമയമാണ്. ഇതുവഴി ഒരു നീർച്ചാല് ഒഴുകുന്നുണ്ട് കേട്ടോ. അങ്ങ് മുകളിൽ നിന്നാണ് ഇതിങ്ങനെ ഒഴുകി വരുന്നത് കേട്ടോ. ഇപ്പോൾ വേനലായിട്ട് പോലും ഇതിൽ വെള്ളമുണ്ട് കേട്ടോ. അതിമനോഹരമായ ഒരു താഴ്വാരത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ പേരമരത്തിൻ്റെ ചോട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ തണലുണ്ട്. ഇവിടെ ഇതേപോലെ ഉണ്ടല്ലോ പേരകൾ ഒത്തിരി ഉണ്ട്. അതിലൊക്കെ പേരയ്ക്കയുണ്ട് കേട്ടോ. ഈ തണലത്ത് കുറച്ച് നേരം വിശ്രമിക്കാതെ. ഇപ്പോഴേ വെയിലുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ തണലത്ത് ഇങ്ങനെ നിന്നിട്ട് ഒരു പേരയ്ക്ക, ഈ പഴുത്ത പേരയ്ക്കാണ് കേട്ടോ. കുഞ്ഞു പേരയ്ക്കാണ്, പഴുത്ത പേരയ്ക്ക. അത് പഴുത്ത പേരയ്ക്കാണ്. നല്ല അത്യാവശ്യം നല്ല സ്വീറ്റായിട്ടുള്ള പേരയ്ക്ക കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു പേരയ്ക്കയൊക്കെ കടിച്ച് പിടിച്ചിട്ട് നമുക്കിനി മുകളിലേക്ക് കയറാം. ഇതിനപ്പുറം ഉണ്ടല്ലോ ജക്രാന്ത നല്ല രീതിയിൽ പൂത്തിപ്പുണ്ട്. അങ്ങോട്ട് നമുക്ക് പോകാം കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ അരുവികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ വേനലിൽ. നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിയിൽ പൂത്തിരിക്കുന്ന ജക്രാന്ത മരങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കി. നമ്മൾ ആദ്യം കണ്ടില്ലേ, അതിനേക്കാട്ടിലും ഭംഗിയാണ് ഈ മരങ്ങൾ കാണാനായിട്ട്. കിളിയൊക്കെ ഇത് ചെയ്യുന്നത് കേട്ടോ, കൂവുന്നത് കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ, എന്താ അതിമനോഹരമായ ദൃശ്യമല്ലേ. പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഈ ജക്രാന്ത മരങ്ങൾ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ ഈ താഴോട്ട് നോക്കിക്കേ, എന്ത് ഭംഗിയാണ് ഇത് കിടക്കുന്ന കാണാനല്ലേ. എന്തോ അടിപൊളിയാണല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇച്ചിരി കൂടെ നേരത്തെ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഈ മരങ്ങൾ ഇവിടെ സർവ്വസാധാരണമായിട്ട് നട്ടുപിടിപ്പിച്ചത്. മൂന്നാറിൻ്റെ പല ഭാഗത്ത് നമുക്ക് ജക്രാന്ത മരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എത്ര അതിമനോഹരമായ ദൃശ്യം അല്ലേ. ഇത് കൂടാതെ തന്നെ ഈ മരത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ മാർച്ച് മാസത്തിലൊക്കെയാണ് ഈ മരം പൂക്കുന്നത്. അപ്പോഴേ ഇതിൻ്റെ പൂവ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ, കൈ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ ജയിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പഠിച്ചില്ലെങ്കിൽ ജയിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ നമ്മൾ മുകളിൽ വന്നിരിക്കണം. നമ്മൾ ഈ മരങ്ങളുടെ ചോട്ടിലാണ് ഇപ്പം പോയിട്ട് മുകളിലോട്ട് കയറി വന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നടന്ന് ഇറങ്ങിയൊക്കെയാണ് നമ്മൾ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പം മെയിൻ റോഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണല്ലേ. പച്ച പുതച്ചിരിക്കുന്ന നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലെ നീലവാഗ പൂത്തിരിക്കുന്ന കാഴ്ച, മനോഹരമായ ദൃശ്യം. അപ്പോഴേ നമ്മൾ ഇതേണ്ട റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ മറയൂർക്കാണ് പോകുന്നത്. അപ്പം നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ജക്രാന്ത വ്യൂ പോയിന്റ് ഉണ്ട്. അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നല്ല അടിപൊളി കാലാവസ്ഥ അല്ലേ. നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ജക്രാന്ത വ്യൂ പോയിന്റ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പ്രദേശമാണ് നമുക്ക് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു വാഗ നിൽപ്പുണ്ട് കേട്ടോ. ചുമന്ന പൂവുള്ള വാഗമരം നിൽപ്പുണ്ട്. വാഗയല്ല, അത് വേറെ എന്തോ ആണ്. എന്നിരുന്നാലും അതിനെ നമ്മൾ വാഗയായിട്ട് അങ്ങ് അഭിസംബോധന ചെയ്ത് പറയുകയാണ്. അതിന് താഴോട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യമില്ലാതൊന്നും കൈ കിടത്തിട്ട്
ഇറങ്ങരുതെന്നൊക്കെയാണ്. എന്നിരുന്നാലും നമ്മൾ രാവിലെ ആയതുകൊണ്ട് താഴോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയതാണ്. ആർക്കും ഒരു ഉപദ്രവം വരാത്ത രീതിയിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നത്. നോക്കിക്കേ എന്ത് അതിമനോഹരമായ രീതിയിലാണ് വാഗ പൂത്ത് നിൽക്കുന്നത്, അതായത് ഈ ജക്രാന്ത മരങ്ങൾ പൂത്ത് നിൽക്കുന്നത് എന്നുള്ളത് 180 ഡിഗ്രിയിൽ അതിമനോഹരമായ ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്നപ്പോൾ ദേ വരുന്നു നമ്മുടെ KSRTC ബസ്. ധാരാളം ബസ്സുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത്. അത് TNSTC ബസ്സുകളുണ്ട്, KSRTC ബസ്സുകളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട് കേട്ടോ. കൈ കാണിച്ചപ്പോൾ തന്നെ തെല്ലും മടിയില്ലാതെ നിർത്തി തന്നു. അതും ഫാസ്റ്റ് ആണെന്ന് ഓർമ്മ വേണം കേട്ടോ. സമയം ഇപ്പം 10:30 കഴിഞ്ഞ്. ലക്കത്ത് നിന്ന് മൂന്നാർ വരെ 46 രൂപ. നമ്മൾ ഇങ്ങോട്ട് വന്നോണ്ട് 45 രൂപ ഓർഡിനറിക്കായേ. ഇതിപ്പം 46 രൂപ. എന്തായിരിക്കും കളി? എന്തായാലും അത് പോട്ടെ. ഏകദേശം ഇനി ഒരു 11:30 അടുത്ത് നമ്മൾ മൂന്നാർ ടൗണിൽ ചെല്ലും. ടൗണിൽ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സ്റ്റാൻഡിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടല്ലോ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. ഗ്യാപ്പ് റോഡിലൂടെ പോയി നമ്മുടെ ആനയിറങ്ങൽ ഡാമിൻ്റെ വൃഷ്ടപ്രദേശങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു യാത്രയുണ്ട്. അതിമനോഹരമായ ഒരു യാത്രയാണ് കേട്ടോ. ആ യാത്രയിലും പങ്കെടുത്ത് വൈകുന്നേരത്ത് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ട് വാട്ടർ ഡാൻസിങ് ഷോ ഉണ്ടല്ലോ അവിടെ, അതും കണ്ടിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാവുന്നതാണ്. ഇതേ അങ്ങനെ നമ്മുടെ ബസ് മൂന്നാർ ടൗണിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ടൗൺ സ്റ്റാൻഡിലാണ് ഞാൻ ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം ഇനി മടങ്ങാനായിട്ട്. എനിക്ക് വണ്ടി 3 മണിക്കാണ്. ഞാൻ 3 മണിക്കാണ് നാട്ടിലേക്കുള്ള വണ്ടി ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിലാണ്, ടൗൺ സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ജീപ്പുകളൊക്കെ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വന്ന RPC 302 എറണാകുളം ഡിപ്പോയുടെ വണ്ടിയാണ്. ഇത് ആലുവ എറണാകുളത്തിനാണ് ഇത് പോകുന്നത് കേട്ടോ. ആലുവ എറണാകുളം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. KL 15A 1018. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:30 അടുത്തിട്ടുണ്ട്. ഇനിയും ഏറെ സമയമുണ്ട്. രാവിലെ നമ്മൾ അതുവഴി അങ്ങോട്ടാണ് പോയത് കേട്ടോ. ഈ പാലം കയറി ഇറങ്ങിയില്ല നമ്മൾ. ഇവിടെ പാലം കയറി ഇറങ്ങിയിട്ടാണ് ഇവിടെ സ്റ്റാൻഡുള്ള ടൗൺ സ്റ്റാൻഡുള്ളത്. ഈ കോപ്പറേറ്റീവ് ഇവിടെ ഉണ്ടല്ലോ, മൂന്നാർ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ തിരിച്ച് നാട്ടിലേക്ക് എറണാകുളത്തിനോ കൊല്ലത്തിനോ കൊട്ടാരക്കരയ്ക്കോ എവിടേക്ക് പോകേണ്ട ബസ്സും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അവിടെ ഇനി പോയിട്ട് ഫുഡ് അടിക്കാം. ഞാനൊരു ബിരിയാണി പറഞ്ഞു, അതും തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. 170 രൂപ 180 രൂപയോളമായിട്ട് ബിരിയാണിക്ക്. അത് കഴിഞ്ഞ് അതുപോലെ മൂന്നാറൊക്കെ തന്നെ ഉണ്ടല്ലോ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഈ ബ്രിഡ്ജ് ഉണ്ടോ, ഈ ബ്രിഡ്ജിൽ കൂടെ സ്ഥിരമൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ മൂന്നാറൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് ഇവിടുന്ന് കുറച്ച് തേയിലയും ചോക്ലേറ്റും ഒക്കെ തന്നെ വാങ്ങിയിട്ട് ഇനി സ്റ്റാൻഡിലേക്ക് പോകണം. സ്റ്റാൻഡിലെത്തിയിട്ട് 3 മണിക്കാണ് ബസ്. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം സ്റ്റാൻഡിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നൊരു ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേനും നമ്മുടെ ബസ് വരും. അങ്ങനെ 12:30 അടുത്ത് ഞാൻ സ്റ്റാൻഡിൽ വന്നിരിക്കുമ്പം വന്നപ്പോഴേ നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് സൈഡ് സീയിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കും. വേറെ ഒരു ബസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ബസ് ഇപ്പം ഇടുന്ന കേട്ടോ. ഇത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ മറ്റേ ബസ് പുറപ്പെടും കേട്ടോ. മൂന്നാറിൻ്റെ ഭംഗി ഏറെ ആസ്വദിച്ച് ഗ്യാപ്പ് റോഡിലൂടെയാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. 2 ബസ്സുണ്ട് കേട്ടോ. നമ്മൾ വെക്കേഷനൊക്കെ മൂന്നാർ വരുമ്പോഴേ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിലുള്ള ഒരു യാത്ര കേട്ടോ. അതിമനോഹരമായ ഒരു യാത്രാ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ ഡബിൾ ഡെക്കർ ബസ് സമ്മാനിക്കുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ നമ്മൾ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും മൂന്നാർ വന്നിട്ട് ഈ മലനിരകൾക്കിടയിലൂടെ ഇതിൽ യാത്ര നടത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു വേറിട്ടൊരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓഫീസ് വരുന്നത് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് ഇതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. KSRTCയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ട് നമ്മളുള്ള ട്രാവലിംഗ് ഫ്രം എന്നുള്ളത് മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ എന്ന് അടിച്ചു കൊടുക്കണം. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ ഗോയിങ് ടു സൈറ്റ് സീയിങ് എന്ന് അടിച്ചു കൊടുക്കുക, ഡേറ്റ് അടിച്ചു കൊടുക്കുക, സെർച്ച് ചെയ്യുക. അപ്പോഴത്തേക്കിനും വരും കേട്ടോ. ഇതിനകത്ത് ടൈം വരും. 9 മണിക്കുണ്ട്, രാവിലെ 9:30 അതിനുശേഷം 12:30, അത് കഴിഞ്ഞ് 1 മണിക്ക്, കഴിഞ്ഞ് 4 മണിക്ക്, അത് കഴിഞ്ഞിട്ട് 4:30 എന്നിങ്ങനെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് സീറ്റ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പർ ഡെക്കിലേക്ക് 400 രൂപയും താഴത്തെ ഡെക്കിലേക്ക് 200 രൂപയാണ് താരിഫ് ആവുന്നത്, ടിക്കറ്റ് ചാർജ് ആവുന്നത്. ഇനിയിപ്പം നമ്മുടെ ബസ് വരാനായിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. 3 മണിക്ക് ബസ്സില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഒന്ന് കറങ്ങിയതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങത്തുള്ളായിരുന്നേ. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഏകദേശം 2:30 കൂടിയിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ് പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. കൊല്ലം ഡിപ്പോയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് കേട്ടോ. RPK 167. അടിപൊളിയല്ല ബസ്. അശോക് ലൈലാൻഡാണ് കേട്ടോ വണ്ടി. KSRTCയുടെ എക്കാലത്തെയും ഫാൻ ബേസ് ഉള്ള വണ്ടിയാണല്ലേ, മോഡലുകളുള്ള ഒന്നാണ് ഇത് അല്ലേ, ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 മണിയോടെ എടുത്തിട്ട് നമ്മുടെ ടൗൺ സ്റ്റാൻഡിൽ, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ടൗൺ സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ബസ് സർവീസ് ആരംഭിക്കുന്നത്. എല്ലാ ബസ്സും അങ്ങനെ തന്നെയാണ് സർവീസ് ആരംഭിക്കുന്നത്. 3 മണിയോടെ അടുത്ത് നമ്മുടെ ബസ് ഇവിടുന്ന് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ തിരുവല്ലയ്ക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. മൂന്നാറിൽ നിന്ന് തിരുവല്ലയിലേക്ക് ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നതാണ് 241 രൂപ നമുക്കാകും. എൻ്റെ യാത്രയിലൂടെ ഞാൻ ബസ്സിൽ സഞ്ചരിക്കുന്നുണ്ടല്ലോ, ദീർഘദൂര യാത്രകളാകുമ്പോൾ ഓൺലൈനിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് യാത്ര നടത്തുന്നത്. അതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴേ സീറ്റിൽ ഇരുന്ന് തന്നെ യാത്ര ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നതുമാണ്. അപ്പോഴേ ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.